പറവൂർ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള ക്രൂരതയാണ് ഈ കണ്ടത്. ഇപ്പോ പറവൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ശരിക്കും വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം. ഇദ്ദേഹത്തിന്റെ 3-ാം വാർഡിലും ഇന്ന് ശരിക്കും കുടിവെള്ളം ലഭിച്ചിട്ടില്ല. പക്ഷേ 10,000-കണക്കിന് ലിറ്റർ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പിൻഭാഗത്തുള്ള തോട്ടിലേക്ക് ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നത്. അതെന്താണ് എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് അന്വേഷിച്ചപ്പോൾ ഏഴിക്കരയിൽ വർക്ക് നടക്കുന്നതും അതുകൊണ്ട് അതിന്റെ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാ പറയുന്നത്. എന്തൊരു അക്രമമാണത്! ഫോഴ്സ് കുറയ്ക്കാൻ നമ്മുടെ റോഡുകളിൽ ജംഗ്ഷൻ ബോക്സുകൾ ഉണ്ടല്ലോ, അല്ല എങ്കിൽ ചൊവ്വരയിൽ നിന്നുള്ള പമ്പിങ്ങിന്റെ ഫോഴ്സ് കുറയ്ക്കണ്ടേ? 10,000-കണക്കിന് ലിറ്റർ വെള്ളം ആർക്കും പ്രയോജനപ്പെടാതെ യാതൊരു ഉപകാരവുമില്ലാതെ പൊതുതോടിലേക്ക് ഒഴുക്കിക്കളയുകയാണ് ചെയ്തത്. ഈ ഗൗരവതരമായ അനാസ്ഥക്കെതിരെ, കുറ്റകൃത്യത്തിനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പറവൂർ നഗരസഭയുടെ 3-ാം വാർഡിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ല. ഇന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ പലരും എന്നോട് പരാതി പറയായിരുന്നു, വെള്ളം ഇപ്പോൾ വെള്ളം വരും. ഞാൻ ചോദിച്ചു, വെള്ളം വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ, ജോബി പറഞ്ഞതുപോലെ തന്നെ തോട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പ്രദേശങ്ങളിൽ വെള്ളമില്ല. ഇപ്പം എൻ്റെ വാർഡിൽ 13-ാം വാർഡിൽ വെള്ളം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. പല പ്രദേശങ്ങളിലും വെള്ളമില്ലാത്ത സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു അക്രമം കാട്ടുന്നത്. ചോദിക്കുമ്പോൾ ഇവരെന്താ പറയണത്, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, അവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇതുമില്ലാതെ ഉളുപ്പില്ലാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയും സർക്കാർ നല്ലൊരു നടപടി എടുക്കണം, ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് ഈ ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമെന്നാണ് കൗൺസിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.